കുറേ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വണ്ടി വന്നു ഗൈസ്. വണ്ടി ഇതാ ഇവിടെ ഉണ്ട്. എല്ലാവരും അത് കാണുന്നത് എക്സൈറ്റഡ് ആണ്. ഓക്കെ, എങ്ങനെ ഉണ്ട് സാധനം മോനെ? ഇതാണ് നമ്മളെ ബൈക്ക്. നമ്മൾ ഫോട്ടോയിൽ കണ്ടപ്പോൾ ശരിക്കും കുഞ്ഞായിരുന്നു കേട്ടോ. ഇത്രയും വലിപ്പമുണ്ടെന്ന് വിചാരിച്ചില്ല. നോക്കിയേ, ഷെബിക്കിൻ്റെ അതേ ഹൈറ്റിലാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഇത് ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ ഹോണ്ടയുടെ ആഫ്രിക്കൻ ട്വിന്നാണ്. നൈസ് അല്ലേ? ഓക്കെ, അടിപൊളി. ഇവിടെ എന്തൊരു സാധനമുണ്ട്. ഇതെന്താ വെച്ചാൽ ക്യാമറ ഉണ്ടോ? കൺസോൾ വയ്ക്കുന്നല്ലേ? നൈസ് കേട്ടോ. ഇതെന്തോ ഈ ഫ്രണ്ട് ഇരിക്കുന്ന വേറൊരു സാധനം, നമ്പർ പ്ലേറ്റ് വയ്ക്കുന്ന. അപ്പോൾ ഇനിയും കിറ്റ് വരും ചെറിയൊരു ഇതുപോലെ. നൈസ്. അപ്പോൾ കുറേ പരിപാടി ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇനി എക്സ്ട്രാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഇത് നോക്കിയാൽ ഇതിൻ്റെ കൂളിംഗ് സാധനമൊക്കെ നോക്കി, ഫാനും റേഡിയേറ്ററിൽ വരുന്ന ചെറിയ ഇത് കേട്ടോ. അടിപൊളിയാണ് ഫുൾ കൂളിംഗ് സാധനം. ഇവിടെ എന്തൊക്കെ കൂളൻ്റ് ഉണ്ട്. CRF 1000 ഉണ്ടോ, 1000 ലിറ്റർ. നൈസാണ്. ബാക്കിൽ നിന്ന് ഓടിക്കാനാ? എന്താ പറഞ്ഞ? ഹെൽമെറ്റ് എന്ത് ചെയ്യേ? ഒന്ന് ഓഫ് ആക്കിയിട്ട് ഓണാക്കിയേ നോട്ടെ. അല്ല കുറേ ഇനി ഇതിൽ കൺസോൾ വയ്ക്കാണ്ടല്ലേ? നൈസ്. ഷോട്ടല്ലോ. രണ്ടാളോട് കയറിക്കല്ലേ? ചുവന്നലയും മറ്റേ ഗ്രീൻ അലിയും ഒരുമിച്ചിരിക്കും. വണ്ടി അടിപൊളി സാധനം. അജയ് ബ്രോ ഹാപ്പി അല്ലേ ഫുള്ള്? പിന്നെ അല്ല, വണ്ടി കിട്ടിയിട്ടും എത്ര ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത്? വണ്ടി UAE വന്നിട്ടും 10 days നമ്മൾ വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു പാർട്ട് കിട്ടാനായി. നമ്മൾ അതും കൂടെ വന്ന് പുറത്തുനിന്ന് വന്ന് ഫിക്സ് ആക്കിയിട്ട് ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാം. മാറ്റി കിടണേ വണ്ടി വെച്ചോ. പാട്ടൊക്കെ പാട്ടുണ്ടോ? പാട്ട് മാത്രമേ ഇന്ന് കഴിച്ചു. പാട്ടുണ്ടോ? എൻ്റെ മോനെ 6 ഗിയർ, ആകെ 4 ഗിയറുള്ള ബൈക്ക് ഓടിച്ചിട്ടു. അല്ല 5 ഗിയറല്ലേ മുതലാളിയുടെ? നമ്മളെ സ്വന്തം ബഷീർക്ക. ഹലോ. അപ്പോൾ ഇതാണ് നമ്മളെ മുതലാളി, ദുബായിലെ മുതലാളി. അതെ അല്ല. അപ്പോൾ അത് നമ്മളെ ബഷീർക്കയാണ്, സ്വന്തം മുതലാളി. ഈ ബൈക്ക് നമുക്ക് ഏകദേശം 35,000 dirhams ആയി. ഈ സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി. ഏകദേശം നമ്മുടെ നാട്ടിലെ 7-8 ലക്ഷം രൂപ ആയി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയുടെ വില. സോ ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അജയ് ബ്രോ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അജയ് ബ്രോ മാത്രമല്ല, നമ്മളും എക്സൈറ്റഡ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാളായി കഴിച്ച് ഇതിൻ്റെ പിറകെ ഇങ്ങനെ നടക്കാൻ വേണ്ടി വണ്ടി നോക്കി നല്ല വണ്ടിയും കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് നമുക്കൊരു വണ്ടി കിട്ടി. നമ്മൾ പുറത്തുനിന്ന് ഇറക്കിയതാണ്. അപ്പോൾ ഓളാർ എക്സൈറ്റഡ്. അതാണ് നമ്മൾ ഓടി വന്നത് കഴിച്ച് വണ്ടി അല്ല. നീ അത് വണ്ടി വയ്ക്കാൻ പോയതാ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പെട്ടെന്ന് പോയിട്ട് നമ്മളെ കോടികളൊന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ല. ഓടിപ്പോയിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സമയം എടുത്താണ് ഓരോ സാധനങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. സോ ഇത് നമ്മളെ ബേസ്മെൻ്റ് ആണ് കേട്ടോ. നമ്മുടെ പാർക്കിംഗ് ഇവിടെയാണ് വരുന്നത്. നമ്മൾ വണ്ടി ഇപ്പം തൽക്കാലത്തേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി സർവീസ് ചെയ്തല്ലേ ഫുള്ളായിട്ട്? അപ്പോൾ ബൈക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണാം. ഇതാണ് ബൈക്ക്. ഇന്ന് രാത്രി ഇവിടെ വെട്ടമില്ല കഴിച്ചു, വെട്ടം കുറവാണ്. വെട്ടം സീനാണ് ഇവിടെ.